ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFും UDFും മത തീവ്രവാദ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള ചർച്ചകൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി, PFI, SDPI തുടങ്ങിയ മത തീവ്രവാദ സംഘടനകളുമായിട്ടാണ് LDFും UDFും രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണമായിട്ട് കോഴിക്കോട് മത തീവ്രവാദ സംഘടനകളുടെ ഒരു കൺസോർഷ്യം കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമിയും PFI, SDPI തുടങ്ങിയ മത തീവ്രവാദ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ കോർഡിനേഷൻ കമ്മിറ്റിയാണ് LDF നേതൃത്വവുമായിട്ടും UDF നേതൃത്വവുമായിട്ടും ചർച്ച ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ചർച്ച അവസാനിച്ചു. ഈ തീവ്രവാദ സംഘടനകളുടെ പരിപൂർണ പിന്തുണ കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥിക്കാണ്. ഇതോടൊപ്പം തന്നെ വടകരയില് ഈ തീവ്രവാദ സംഘടനകളുടെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്കാണ്. ഇത് 18 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ സഖ്യം വ്യാപകമാവാൻ വേണ്ടി പോകുന്നു. രാഷ്ട്രീയ സഖ്യം നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഈ മതതീവ്രവാദ സംഘടനകളുമായിട്ടുള്ള LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ സഖ്യം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം വടകരയിലെയും UDF സ്ഥാനാർത്ഥിയുടെ മാറ്റം, തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ മാറ്റം അതൊരു യാദൃശ്ചികമായ സംഭവമായി കാണേണ്ടതില്ല. UDFന്റെ വടകരയിലെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളുടെ മാറ്റത്തിന്റെ പിന്നിൽ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ചർച്ചയും ധാരണയുമുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. വടകരയിൽ നേരത്തെ തീരുമാനിച്ച K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റാനും പാലക്കാട് നിലവിലുള്ള MLAയെ വടകരയിൽ UDF സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനും ഉള്ള തീരുമാനത്തിന്റെ പിന്നിൽ UDFും മതതീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ചർച്ചയുടെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്ന സമയത്ത് വടകരയിൽ തന്നെ മുൻ KPCC അധ്യക്ഷനും മുൻ MPയും മന്ത്രിയും ഒക്കെയായ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ അവിടെയുണ്ട്. പക്ഷെ അതല്ലാതെ എന്തുകൊണ്ടാണ് പാലക്കാട് നിലവിലുള്ള MLAയെ തന്നെ വടകരയിൽ കൊണ്ടുവരാൻ കാരണം? ഇതിന്റെ പിന്നിൽ വർഗീയ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ധാരണയാണ്. UDFും തീവ്രവാദ സംഘടനകളും സംയുക്തമായി ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ മാറ്റമെന്ന് NDA ആരോപണം ഉന്നയിക്കുകയാണ്. ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് ഇരുമുന്നണികളും ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ ധാരണയുടെ ഫലമായിട്ടാണ് CA വിഷയത്തിലും അതുപോലെ പുൽവാമ വിഷയത്തിലും CPMും കോൺഗ്രസും തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഇവർ കോൺഗ്രസും CPMും ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ CPMും മത്സരിക്കുന്നു, കോൺഗ്രസും മത്സരിക്കുന്നു, LDFും മത്സരിക്കുകയാണ്, UDFും മത്സരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് CAA വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ എത്രമാത്രം ആശങ്കകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രയും ആശങ്കകൾ ഉണ്ടാക്കാൻ, സമൂഹത്തിൽ മതപരമായ വിഭജനം ഉണ്ടാക്കാൻ ഈ രണ്ട് കക്ഷികളും പരിശ്രമിക്കുകയാണ്. അത് മത തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇരു മുന്നണികളും അത് നേതൃത്വം കൊടുക്കുന്ന ഇരു കക്ഷികളും ഈ വിഷയങ്ങളിൽ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോ CAA നിയമമായി മാറിയിട്ട് വർഷം 4ആയി. പക്ഷെ ഇതുവരെ കോടതിയെ സമീപിക്കാത്തവർ ഇപ്പൊ കോടതിയെ സമീപിക്കുന്നു.
സാധാരണ പാർലമെന്റിൽ ഒരു നിയമം പാസ്സായാൽ സ്വാഭാവികമായും അതിന്റെ തുടർ പ്രവർത്തനമാണ് ചട്ടങ്ങൾ വരിക എന്നുള്ളത്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. നിയമം നേരത്തെ പാസ്സാക്കിയതാണ്. അപ്പൊ ചട്ടങ്ങൾ വരുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അറിയാം. പക്ഷെ ഇപ്പോഴും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. രമേശ് ചെന്നിത്തല വ്യക്തിപരമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ടുകൾ മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണ്. അതേപോലെ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. ഇത് കേരളീയ സമൂഹത്തെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കട്ടെ, CAA വിഷയത്തില് ആ വിഷയത്തിൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാനില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ബില്ലിൽ എവിടെയും മുസ്ലിം പദപ്രയോഗം പോലുമില്ല. കേരളത്തിലെ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്നത്? സ്വാഭാവികമായിട്ടും തീവ്രവാദ സംഘടനകൾക്ക് മതസ്പർദ്ധ ഉണ്ടാക്കണം, മതകലാപം ഉണ്ടാക്കണം, അവരുടെ അജണ്ടയാണ്. ആ അജണ്ട നടപ്പാക്കാൻ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും LDFും കോൺഗ്രസും അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്? ഈ CAA നിയമത്തിലൂടെ ആകെ സംഭവിക്കുന്ന എന്താ? എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അവിടെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ 2014 മുമ്പ് ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അഭയാർത്ഥികളായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്നതാണ് ഈ നിയമം. അതേ സമയത്ത് നമ്മുടെ പൗരത്വ നിയമം നിലവിലുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവർക്ക് പൗരത്വം വേണമെങ്കിൽ അപേക്ഷിക്കാനും ലഭിക്കാനുമുള്ള സാഹചര്യം വേറെയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡനമേറ്റ് അവിടെ നിന്ന് വരുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, അത് ക്രൈസ്തവരായിപ്പോയി ഹൈന്ദവരായിപ്പോയി എന്നുള്ളതല്ലേ ഉള്ളൂ, അവർക്കൊരു പൗരത്വം നൽകുന്നതിൽ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്ര വെപ്രാളം കൊള്ളുന്നത്? ഈ ഹൈന്ദവ സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും ഒരു പൗരത്വം നൽകുന്നതിൽ എന്തിനാണ് ഈ കോൺഗ്രസ് ഇത്രമാത്രം വെപ്രാളം കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്നത്? അപ്പൊ ഒരു ഭാഗത്ത് ഹൈന്ദവ ക്രൈസ്തവ അവഗണന, മറുഭാഗത്ത് മുസ്ലിം സമൂഹത്തില് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുക. അതുവഴി ഈ വിഭാഗങ്ങൾ തമ്മിലെ സ്പർദ്ധ ഉണ്ടാക്കി അകലം വർദ്ധിപ്പിച്ച് ഇതൊരു കലാപമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ, സാമുദായിക സമരസത്തെ തന്നെ അപകടപ്പെടുത്താനാണ് ഇരു പാർട്ടികളും ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ ഭവിഷ്യത്തുണ്ടാക്കും. ഞങ്ങൾ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളോടും മുസ്ലിം സമൂഹത്തോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ LDFന്റെയും UDFന്റെയും ഈ വ്യാജ പ്രചരണത്തിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോകരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ പുൽവാമ വിഷയത്തില് രാജ്യദ്രോഹ നിലപാടാണ് നിലവിലെ പാർലമെന്റ് അംഗം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി സ്വീകരിച്ചത്. രാജ്യദ്രോഹ നിലപാട്, ഇന്ത്യ വിരുദ്ധ നിലപാടാണ്. പാകിസ്ഥാന് പരസ്യമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് ഒരു പാർലമെന്റ് അംഗം, UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പരസ്യമായിട്ട് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, പുൽവാമയിൽ നടന്ന സൈനികരെ കൂട്ടക്കൊല ചെയ്ത ആ സംഭവത്തിൽ പാകിസ്ഥാൻ നിരപരാധി, പാകിസ്ഥാൻ ഒരു പങ്കുമില്ല. മാത്രമല്ല, ഈ 44-ലധികം വരുന്ന സൈനികരെ കശാപ്പ് ചെയ്തത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ സൈനികരെ ഇന്ത്യ തന്നെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. സത്യത്തില് പുൽവാമയില് ഈ കൂട്ടക്കശാപ്പ് നടന്നപ്പോൾ ഭാരതം ശക്തമായിട്ട് പ്രതികരണവും പ്രതിഷേധവും അറിയിച്ചു. ആഗോള തലത്തിൽ അന്താരാഷ്ട്ര വേദികളില്
നമ്മളെ ഇന്ത്യയുടെ ആരോപണം എന്താ? ഈ സൈനികരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഭാരതത്തിന്റെ വാദങ്ങളെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചു, UN അംഗീകരിച്ചു. പാകിസ്ഥാനെതിരെ അവരും പ്രതിഷേധം പ്രകടിപ്പിച്ചു, അവരും പ്രതികരണം നടത്തി. എന്താണ് പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണം? എന്താ? ഈ സൈനിക ആക്രമണം ഞങ്ങൾക്ക് പങ്കില്ല, ഈ സൈനികരെ കൂട്ടക്കൊല നടത്തി ഞങ്ങൾക്ക് പങ്കില്ല, പാകിസ്ഥാന് പങ്കില്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ഇന്ത്യ തന്നെയാണ്. ഇതായിരുന്നു പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിച്ച ഇന്ത്യക്കെതിരെയുള്ള ആരോപണം. ഈ പുൽവാമ പ്രശ്നത്തിൽ പാകിസ്ഥാന്റെ ആരോപണം ഒരു ഇന്ത്യയിലെ പാർലമെന്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനും ഐക്യരാഷ്ട്രസഭയും മറ്റെല്ലാ രാഷ്ട്രങ്ങളും പാകിസ്ഥാന്റെ വാദം തള്ളി ഇന്ത്യയുടെ വാദം സ്വീകരിച്ചതിന് ശേഷം പാകിസ്ഥാൻ പോലും ഈ ആരോപണത്തിൽ നിന്ന് പിന്മാറി. ഇപ്പൊ പാകിസ്ഥാൻ പോലും പിന്മാറിയ ഈ ആരോപണം, ഇന്ത്യ വിരുദ്ധ ആരോപണം, ഇതാ ഇന്ത്യയുടെ പാർലമെന്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിച്ചിരിക്കുന്നു. അപ്പൊ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാണെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടണം. അപ്പൊ ഞങ്ങൾ പറയുന്നു, ഈ ഇന്ത്യ വിരുദ്ധ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗത്തിന്റെ ഈ നടപടിയെക്കുറിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ പറയുന്നു, ഇയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. സ്ഥാനാർത്ഥി പട്ടിക UDF സ്ഥാനാർത്ഥി പട്ടിക നിന്ന് പുറത്താക്കൽ മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാകണം. മാത്രമല്ല, പരസ്യമായി ഇത്ര വരെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താ? ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താ? അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുത്താൽ, പാകിസ്ഥാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാൽ അതിലൂടെ UDFന്, കോൺഗ്രസിന് വോട്ട് കൂടുതൽ കിട്ടാൻ സാധിക്കും, ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിലപാട്. ഞങ്ങൾ പറയുന്നു, ഇവിടെ മുസ്ലിം സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാവ് ഈ പ്രസ്താവന പുലർത്തിയതെങ്കിൽ ഇത് മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമാണ്. മുസ്ലിം സമൂഹത്തിന്റെ രാജ്യസ്നേഹത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. പാകിസ്ഥാനെ അനുകൂലിച്ചാൽ മുസ്ലിം സമൂഹം വോട്ട് ചെയ്യും എന്ന് പറയുമ്പം അത് മുസ്ലിം സമൂഹത്തെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം സമൂഹത്തിന്റെ രാജ്യസ്നേഹത്തെ ഈ കോൺഗ്രസ് UDF ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന മുസ്ലിം സംഘടനകള്, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകള് കോൺഗ്രസിന്റെ ഈ നിലപാടിനെ പരസ്യമായി വിമർശിക്കാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ രണ്ട് മുന്നണികളും അവർക്ക് സ്വന്തമായി തെരഞ്ഞെടുപ്പിലൊന്നും പറയാനില്ല, വികസനത്തെക്കുറിച്ച് പറയാനില്ല, അതുപോലെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചൊന്നും പറയാനില്ല. മറിച്ച് NDA 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനം, അതുപോലെ ജനക്ഷേമം ഇത് അവതരിപ്പിച്ചുകൊണ്ടാണ്, ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് തേടുന്നത്. NDAക്ക് അനുകൂലമായുള്ള രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് NDAക്ക് അനുകൂലമാണ്. ഇതിൽ വെപ്രാളം പൂണ്ട LDF UDFും മത തീവ്രവാദികളുമായി സഖ്യമുണ്ടാക്കുന്നു. തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ ചില വിഷയങ്ങളിൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നു. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ, അത് ഏത് മതക്കാരാവട്ടെ, ജാതിക്കാരാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, ഒരു പുതിയ ഭാരതവും പുതിയ കേരളവും കെട്ടിപ്പടുക്കാൻ NDAക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഞങ്ങള് ഈ തെളിവുകൾ എന്ന് പറയുന്ന സമയത്ത് അതിന് പ്രത്യക്ഷ തെളിവുകൾ ഉണ്ടാകും, പരോക്ഷ തെളിവുകൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ പ്രത്യക്ഷ തെളിവ്, ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ഈ ഉന്നയിച്ച ആരോപണത്തെ LDF UDF നേതൃത്വം നിഷേധിക്കട്ടെ.
ആ സമയത്ത് നമുക്ക് ബാക്കി പറയാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ഇത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ. രാഷ്ട്രീയ നീക്കത്തിന്റെ ചർച്ച, രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്താൻ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോടിന്റെയും വടകരയുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബാക്കി 18 മണ്ഡലങ്ങളിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കും. അതിന് ചില മധ്യസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ 2 മുന്നണികളെയും കേരളത്തിൽ നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ സംഘടനകളാണ്. കടിഞ്ഞാണ് മുഴുവൻ അവരുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ നമ്മൾ ഈ സി എ എ നിയമം വന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കേരളത്തിൽ എല്ലാ സമരങ്ങളും നടന്നത് ഒരു പൊതുവേദിയിലാണ്. ഈ കൺസോർഷ്യം സംഘടിപ്പിച്ച പരിപാടിയിലാണ് CPM-ഉം കോൺഗ്രസും പങ്കെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് LDF-നും UDF-നും വികസനത്തെക്കുറിച്ചോ ജനക്ഷേമത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 10 വർഷക്കാലം ഇന്ത്യയിലും കേരളത്തിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ജനമധ്യത്തിൽ ഞങ്ങൾക്ക് ജനങ്ങളെ വോട്ടർമാരെ അവതരിപ്പിക്കാനുണ്ട്. കോൺഗ്രസിന് എന്താ ഉള്ളത്? CPM-ന് എന്താ ഉള്ളത്? ഇപ്പം ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള 68,000 കോടിയുടെ നാഷണൽ ഹൈവേ, അല്ലെങ്കിൽ 3,000 കോടിയുടെ റെയിൽവേ വികസനം, ഞങ്ങൾ കൊടുത്തിട്ട് ജനക്ഷേമ പദ്ധതികൾ, ഇതിനപ്പുറത്ത് സ്വന്തമായിട്ട് LDF-ന് എന്താ പറയാനുള്ളത്? UDF-നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും BJP-യോടൊപ്പം NDA-യോടൊപ്പം ചേരാൻ കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ തയ്യാറാകുന്നുണ്ട്. പുതിയ ആളുകൾ ഈ മുന്നണിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ വെപ്രാളവും ആശങ്കയും 2 മുന്നണികൾക്കുണ്ട്. എന്താ ഇവിടെ സിറ്റിംഗ് മണ്ഡലം LDF-ന്റെ ഇത് സിറ്റിംഗ് മണ്ഡലമല്ലല്ലോ. അങ്ങനെ സിറ്റിംഗ് മണ്ഡലം ആയതുകൊണ്ട് അടുത്ത പ്രാവശ്യം കിട്ടണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ഒരു തവണ 2019 ജയിച്ച കക്ഷി തന്നെയാണ് 2024 ജയിക്കാന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? അത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്ത് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ്, ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് ഒരു ആത്മവിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം? ജനങ്ങളോട് പറയാൻ ഭാവാത്മകമായിട്ട് എന്തെങ്കിലും പദ്ധതികളും പരിപാടികളും വേണം. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് 40 സീറ്റിലപ്പുറം ഇന്ത്യയിൽ കിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്നും അറിയാം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, കേരളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്, ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് UDF-ന് ആ വിജയം ഉണ്ടായത്. ഇത്തവണ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് തലക്ക് വെളിവുള്ള ഒരാളും വിശ്വസിക്കുന്നില്ല. ഇനി കോൺഗ്രസിന് 40 45 സീറ്റ് കിട്ടുമോ, 40 താഴെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പൊ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിക്കണം. അതിനാണ് ഈ സഖ്യങ്ങൾക്ക്, ഈ ദേശവിരുദ്ധ സഖ്യങ്ങൾക്കൊക്കെ ഇവർ നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും അതിൽ നല്ലൊരു അക്കാര്യത്തിന് അവർക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സംഘടനകള് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നേമം മോഡലാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത് എന്ന് മുരളീധരൻ അവകാശവാദം ഉന്നയിച്ചു. എന്താ നേമത്ത് പോകാൻ ആരാണ് മുരളീധരനെ നേമത്ത് പോകാൻ പ്രേരിപ്പിച്ചത്? ആ തീരുമാനത്തിന് പിന്നിൽ ആരാണുള്ളത്? ആ നേമത്ത് എന്താണ് സംഭവിച്ചത്? ഒരു ഭാഗത്ത് തീവ്രവാദ സംഘടനകൾ മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചു, രാപ്പകൽ വോട്ട് LDF-ന് കൊടുത്തു, BJP-യുടെ പരാജയം ഉറപ്പാക്കുകയാണ്. അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ മുരളീധരനെ നേമത്ത് മത്സരിപ്പിക്കാൻ
ഈ സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുരളീധരനെ അവർക്ക് തൃശ്ശൂരിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. കാരണം അവരുടെ അജണ്ടകളാണ് ഇവരിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും ഒരു കാര്യം പറയാൻ സാധിക്കും. 2021 2024 ഇനി മുരളീധരൻ പഠിച്ച പണി 18 നടത്തിയാലും NDA തൃശ്ശൂരും വിജയിക്കും, കേരളത്തിലെ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും വിജയിക്കും. NDA വിജയിക്കും, യാതൊരു സംശയമില്ല. കാരണം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മുരളീധരൻ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. ആരുടെ സ്പോൺസേഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനനുസരിച്ച് തൃശ്ശൂരിലെ വോട്ടർമാർ പ്രതികരിക്കും എന്നുള്ളതാണ്, സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങളും മോദി കുടുംബത്തോടൊപ്പം ചേരുകയാണ്. അപ്പൊ മോദി കുടുംബത്തോടൊപ്പം ചേരാൻ ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ കുടുംബങ്ങളും തയ്യാറാകുന്നു. ആ സമയത്ത് ആന്റണിയുടെ കുടുംബവും വരും, ശ്രീമാൻ കരുണാകരന്റെ കുടുംബവും വരും, പത്മിനി തോമസിന്റെ കുടുംബം വരും. ഇനിയും പല കുടുംബങ്ങളും മോദി കുടുംബത്തോടൊപ്പം ചേരാൻ തയ്യാറാകും. അതിൽ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പൊ സൂചിപ്പിക്കാൻ. അപ്പൊ എല്ലാവരുടെയും സഹായം ഈ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളുടെ എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.